ഏകദേശം കഴിഞ്ഞു. ഇത് കണ്ടില്ലേ, ഒരു കുപ്പി പെയിന്റ് നമ്മൾ എൽപ്പർ കളഞ്ഞു ഇതാക്കണം. ഇതിലൊക്കെ ഒലിപ്പിച്ചാണ്ട് ഇപ്പം അടിച്ച പെയിന്റും കൂടി ആകെ കൊളാക്കി. അപ്പോൾ ഇതാ മുത്തുമണികളെ, അനുഷ് നല്ല ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി വെച്ചു കേട്ടോ. അത് തിന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. ചിക്കൻ ബിരിയാണി ഒക്കെ റെഡിയാക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കഴിച്ചിട്ടാണ് പെയിന്റ് അടി സ്റ്റാർട്ട് ചെയ്യുന്നത്. പിടിക്കുമെന്നില്ലേ മനസ്സിലായോ? ഹലോ മുത്തുമണികളെ, അപ്പോൾ നമ്മൾ വീട് പെയിന്റ് അടിൻ്റെ ഭാഗമായിട്ട് പെയിന്റ് അടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മതിൽ വൈറ്റ് അടിച്ചിട്ടുണ്ട്. അതാണ്ടോളേ മതിൽ. ഇനി അതിൻ്റെ അടിഭാഗം നമ്മൾ വേറെ കളർ അടിക്കും. ഇതുപോലെ തന്നെ ഈ ബോർഡർ വേറെ കളർ അടിക്കാനാണ്. ഇതൊക്കെ ഇങ്ങനെ ഒറ്റ കളർ അടിച്ചിട്ട് ഷോറാക്കല പരിപാടിയുടെ ഗൈസ്. അപ്പോൾ ഇനി നമ്മളെ ഇവളും അടിക്കുന്നുണ്ട് പെയിന്റ് ചെയ്തെടുത്താ അങ്ങനെ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ പെയിന്റ് അടി, ഈ മതിലിൻ്റെ പെയിന്റ് അടി കഴിഞ്ഞിട്ട് കാണാം. ഇനി ഇതിന് മേലെ ആ ലൈറ്റൊക്കെ ഒന്ന് മാറ്റാണ്ട് കുറേ ലൈറ്റ് മാറ്റിയിട്ട്. അപ്പോൾ നമ്മൾ നാളെ ലൈറ്റ് കൊടുത്തിട്ട് തിരൂര് പോയി ലൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി പെയിന്റ് അടി കഴിഞ്ഞിട്ട് കാണാം. ബാക്കി പോയി പപ്പ പറഞ്ഞു തരും ഇത്രേ. നല്ല വൃത്തിയിൽ കൊടുക്കേ, മൈലാഞ്ചിടല്ല പെട്ടെന്ന് ശരിക്കും നോക്കേ. അങ്ങനെ ഇങ്ങനെ വാരി തേക്കല്ലോ, ഒരേ ലെവലിക്ക് അടിച്ചണം പെയിന്റ്. ആ പക്ഷെ ഒരേ ലെവലിക്ക് വിളിച്ചോ, തലങ്ങും വിലങ്ങും അടിച്ചെഴുതി. ആ നല്ല അടിയാ, ഷാറാണ്. അപ്പം നമ്മളുടെ മതിലിൻ്റെ പണി ഏകദേശം ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ അടിഭാഗത്ത് വേറൊരു കളറാണ് കൊടുക്കാൻ വിചാരിച്ചിട്ടുള്ളത്. ഇവിടെ അടുത്ത് മറ്റേ കാലം കാരണം ചൊറിയണൊക്കെ വൃത്തിയായിട്ടില്ല, അതോ ചൊറിയണത്. നമ്മൾ കമ്പിമ്മക്കൂടിയൊക്കെ വൈറ്റായിട്ട് അടിക്കണത്, ഫുള്ള് വൈറ്റ് ആക്കണേ മതിൽ. നമ്മൾ ഫുള്ള് വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ടുണ്ട് ഗൈസ്. ഇനി ഇതിൻ്റെ അടിയിലുണ്ടൊരു ഡിസൈന്. നമ്മളിതിൻ്റെ അടിഭാഗത്ത് ഈ ഒഴിവാക്കിയ സ്ഥലത്താണ് ചെറുതായിട്ടൊരു ഡിസൈന് മാറി ഇങ്ങനെ കൊടുക്കാനുള്ളൊരു പരിപാടിയാണ് ഗൈസ്. ഇനി അത് ആ പരിപാടിയിലേക്ക് കടക്കാം. ഇതാണ് നമ്മളെ അടുത്ത പെയിൻറ്റ്. എവിടെ ഇത് പറയുന്നത് ഇതിലില്ല സാധനം. അയ്യോ കളറിന് വ്യത്യാസം
വേണ്ടേ പ്രശ്നമുണ്ടോ ചോപ്പന് വെള്ളമൊക്കെ അല്ലേ കളർ അറിയാനാണ് കുഴപ്പമില്ലല്ലേ ചോപ്പനാണ് കണ്ടിട്ട് കുഴപ്പമില്ല പറയൂ നിങ്ങൾക്കൊന്നും പറയാലോ എനിക്ക് പറയാനുള്ളത് കേൾക്കാനും വിശ്വസിക്കാനും തയ്യാറാകത്തിൻ്റെ ഫലം 6 വർഷം സെൻട്രൽ ജയിലിൽ അനുഭവിച്ചു തീർത്തു. മകൻ്റെ വാക്കുകളല്ല അച്ഛൻ കേട്ടത്. പിന്നെ ആരതട്ടെ സുരേഷ് കേട്ടോ എന്താ പിന്നെ സുനു മകൻ്റെ വാക്കുകളല്ല അച്ഛൻ കേട്ടത്. അപ്പം ചോദിച്ച പെണ്ണുങ്ങളോ തോന്നുന്നു. സംഭവം പൊളിയായില്ലേ? നമുക്ക് ഈ ലൈറ്റുകളൊക്കെ മാറ്റണം. ആ ലൈറ്റ് പിന്നെ അതന്നെ, ആ ലൈറ്റ് പിന്നെ അതന്നെ. ഈ കീറത്തുണി അയച്ചിടണം. എവിടേക്ക് വാങ്ങിയിട്ടില്ല? അവിടേക്ക് നിങ്ങളത് മതിയായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് കേടൊന്നുമില്ല, അത് നല്ല വൃത്തി തുടച്ചാൽ മതിയാവും. അപ്പോൾ സുനിട്ടനാണ് ഇവിടെ വൈറ്റ് അടിക്കണത്. വൈറ്റ് നല്ല വൃത്തിയിലിൻ്റെ മോൻ അടിക്കുന്നുണ്ട്. മാഷാ അല്ലാഹ്. ഏകദേശം ചെയ്യാനായിട്ടുണ്ട്. ഞാൻ ചെയ്യാൻ പറ്റുമ്പോൾ ഇപ്പം സമ്മതിക്കുന്നില്ല. ഇങ്ങനെയാണ് വെച്ചോട് കൂടി ഇങ്ങനെയാണ് പോകും. ആകെ സസ്യായി പോയി. ഇത് കണ്ടില്ലേ, ഒരു കുപ്പി പെയിന്റ് നമ്മളെ ഹെൽപ്പർ കളഞ്ഞു. ഇതാക്കണം, ഇതിലൊക്കെ ഒലിപ്പിച്ചാണ്ട് ഇപ്പം അടിച്ച പെയിന്റും കൂടി ആകെ കൊളാക്കി. ആകെ കൊളാക്കി. അപ്പം നമ്മളെ മധുരിൻ്റെ പെയിന്റ് ഇതാക്കണം ഏകദേശം കഴിഞ്ഞു ഗൈസ്. സെറ്റ് പൊളിഞ്ഞ് അവിടെ ലൈറ്റ്, ഇവിടെ ലൈറ്റ്, ഇപ്പുറത്തെ ലൈറ്റും വെക്കാണ്. അടിയിൽ ഒരൊറ്റ കോട്ട് അടിച്ചിട്ടുള്ളൂ. ഞാൻ രണ്ടാം കോട്ടും കൂടി ഒരു കോട്ടും കൂടി അടിക്കണം. അപ്പോൾ അതിൻ്റെ
ആ ക്ലിയറൻസ് ശരിക്കും കാണുള്ളൂ. ആ കറുപ്പ് പൊടിച്ചത് അതവിടെ വെള്ളപ്പുതിലായിട്ടമ്മ. കളി കഴിഞ്ഞാണ്ട് ഇപ്പൊ കാണുകയാണേ. നമ്മളത് ആ മതിൽ പെയിന്റ് അടി കഴിഞ്ഞു. ഈ അടിയിൽ ഇവിടെ ഒരു കോട്ടും കൂടി അടിച്ചു കഴിഞ്ഞാൽ പെയിന്റിങ് ഫിനിഷ്. ഇനി പിന്നെ ഈ ലൈറ്റുകൾ വെക്കലാണ്. നമ്മൾ ലൈറ്റുകൾ വെക്കണ പണി. ഇത് കൂടി കഴിഞ്ഞാലേ ഇപ്പൊ തന്നെ ലൈറ്റുകൾ വെച്ചാലോ? ലൈറ്റ് കത്തട്ടെ അല്ലേ? ആ